മാരുതി സുസുക്കി വിക്ടോറിയസിൻ്റെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഡ്രൈവിന് വന്ന സമയത്ത് ഇവിടെ ഒരു ചെറിയ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഓഫ് റോഡ് എക്സ്പീരിയൻസ് എന്നുള്ളതിന് ഞാൻ വിളിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഫേസ് ചെയ്യേണ്ട പല കാര്യങ്ങളും, അതായത് ഇപ്പോൾ നിലവിലെ നമ്മുടെ നാട്ടിലെ റോഡിന് പറ്റിയ കുറച്ച് കണ്ടീഷൻ വിക്ടോറിയസ് മറികടക്കുമോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. വാ കയറി നോക്കാം. സോ ആദ്യം നമ്മൾ കയറാൻ പോകുന്നത് റോക്ക് ബെഡിലേക്കാണ്. റോക്ക് ബെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പല റോഡുകളും ഈ അവസ്ഥയാണ്, അതായത് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു പ്രദേശം. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ടെസ്റ്റ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസും അതുപോലെ തന്നെ റൈഡ് ക്വാളിറ്റിയും ഒക്കെയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെ ക്യാമറ വ്യൂ നമുക്കൊന്ന് ആക്ടിവേറ്റ് ചെയ്യാം. സോ നമുക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ താഴത്തുള്ള ഇതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ക്യാമറ സൈഡ് വ്യൂ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഞാൻ ഈ ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്യാം, കുറച്ചുകൂടി നിങ്ങൾക്ക് എളുപ്പമായിട്ട് കാണാൻ പറ്റും. ക്വാളിറ്റി ഉണ്ട് കേട്ടോ ക്യാമറ, നല്ല നമുക്ക് കുറച്ചൊന്ന് സ്പീഡിൽ പിടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഓ, സസ്പെൻഷൻ നല്ലതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഇതൊക്കെ കവർ ചെയ്യാൻ നമ്മളെ ഗ്രൗണ്ട് ക്ലിയറൻസും യൂസ്ഫുള്ളാണ്. ഇൻട്രസ്റ്റിംഗ്. സസ്പെൻഷൻ നല്ല രീതിയിൽ ബാലൻസ് ചെയ്തിട്ട് ശരിക്കും ഡ്രൈവറുടെ സൈഡിൽ ഇരിക്കുന്ന സമയത്ത് തീരെ ഫീലില്ല. കുറച്ചുകൂടി ഫീൽ കൂടുതൽ പാസഞ്ചർ സൈഡിൽ ഇരിക്കുമ്പോൾ കിട്ടുമായിരിക്കും. നൈസ്, നല്ല വൃത്തിക്ക് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ റോഡിന് ഇത് പെർഫെക്റ്റാണ്. ഇനി പാത്ത് ഹോൾസ്, നമ്മളെ റോഡിലുള്ള അടുത്തൊരു ഇതാണ് കുഴികൾ. റോഡിൻ്റെ പല ഭാഗത്ത് കൂടെ ഒക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടോ, ഇതേപോലത്തെ കുഴികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു ടയർ മാറുമ്പോൾ അടുത്ത ടയർ അപ്പുറത്ത് പോയി ചാടും. സോ അതിലേക്കൊന്ന് കയറി നോക്കാം. പക്ഷേ വേറൊരു കാര്യം ശ്രദ്ധിക്കുക, ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ഓട്ടോ മോഡിലാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓട്ടോ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 4 വീൽ ഡ്രൈവിൻ്റെ സപ്പോർട്ട് ആവശ്യമുള്ള സമയത്ത് മാത്രം അത് ഓട്ടോമാറ്റിക്കായിട്ട് ആക്റ്റീവ് ആവുള്ളൂ. അതുവരെ ഫ്രണ്ട് വീൽ ഡ്രൈവായിട്ടാണ് ഇത് വർക്ക് ചെയ്യുക, ഓൾ ഗ്രിപ്പ് മെഷീനകത്ത്. ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ടിപ്പ് ഓവർ എന്ന് പറയുന്ന സെഷനിലാണ് നമ്മൾ എത്തുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. നമ്മളിത് ഇവിടേക്ക് എത്തിയിട്ട് വണ്ടിയിലൊന്ന് നമ്മൾ ചെരിച്ച് നിർത്തുന്നുണ്ട്. യെസ്, ഇപ്പോൾ ശരിക്കില്ലേ ബാക്കിലത്തെ വീല് എയറിലായിട്ടാണ് നിൽക്കുന്നത്. ഈ സമയത്ത് നമുക്ക് ഒരു ടെസ്റ്റ് ചെയ്യാം, ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഒരു വശം നിങ്ങൾ വിചാരിക്കേണ്ടത് അത് സിമ്പിളാണെന്ന്. പക്ഷെ അത് സിമ്പിളല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ നിൽക്കുന്ന പൊസിഷനിൽ ചേസിന് എന്തെങ്കിലും ഫ്ലെക്സ് വരികയാണെങ്കിൽ, അതായത് ചേസിസ് ഒന്നായി ചെരിയുകയോ അല്ലെങ്കിൽ ചെറിയ ബെൻഡ് വരികയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ, കാരണം അത്ര പെർഫെക്റ്റ് അല്ലെങ്കിൽ ഈ ഡോർ ഓപ്പൺ ആക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം അറിയാമല്ലോ, ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുമ്പോൾ ഡോർ തുറക്കാൻ പറ്റില്ലല്ലോ, ബോഡിയും അതേപോലെ ചെരിയൂലേ. സോ ചേസിസ് സ്ട്രോങ് ആണ് എന്നുള്ളതിൻ്റെ തെളിവാണ്. നമ്മൾ പതുക്കെ ഇറക്കുക കേട്ടോ. അപ്പോൾ ശരിക്കും ബാക്കിലത്തെ ടയർ എയറിലാണ്. അടിപൊളി. ഓ, ഫുൾ ചെരിഞ്ഞ്. യെസ്, നൈസ്, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളെത്തി. ഇനി ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്നോ മോഡിലേക്ക് മാറ്റാം. കാരണം കുറച്ചൊരു സ്ലിപ്പറി റോഡുകളാണുള്ളത്, സ്നോ മോഡ്. അപ്പോൾ നമുക്ക് സ്ലിപ്പ് ചെയ്യാതെ അങ്ങനെ പോയിക്കോളും. നമുക്ക് ക്യാമറൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തേക്കുള്ള വിസിബിലിറ്റി. കാരണം ഇപ്പോൾ നമ്മൾ ശരിക്കും ഒരു ബ്ലൈൻഡ് സ്പോട്ടിൽ എത്തി വിചാരിച്ചത്, ഇപ്പോൾ ഒരു ബ്ലൈൻഡ് സ്പോട്ടാണ്. അവിടെ എന്നെ സംബന്ധിച്ചോളം പുറത്തേക്ക് ഒന്നും കാണുന്നില്ല, പക്ഷേ എനിക്ക് ക്യാമറയിൽ കറക്റ്റ് കാണാൻ പറ്റും. ഉണ്ടോ അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതിനൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഓർക്ക് ചെയ്യാം. വലിയ പ്രശ്നമൊന്നുമില്ല, അത് കയറിപ്പോകുന്നു. ആ മണ്ണിൽ വല്ലാണ്ട് ഇതായതൊന്നുമില്ല. സോ ആക്ച്വലി ഇതൊരു ചെറിയൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളെ ദൈനംദിന റോട്ടിൽ സാധാരണ ഒരു ഹാർഡ് കോർ ഓഫ് റോഡ് ആണെന്നൊന്നും ആരും വിചാരിക്കരുത്. ഇത് ദൈനംദിന റോട്ടിൽ നമുക്ക് ഫേസ് ചെയ്യാവുന്ന കുറച്ച് ഒബ്സ്റ്റക്കിൾസിനെ നല്ല രസമായിട്ട് ചെയ്തേക്കണമെന്ന് മാത്രം. ചെറിയൊരു എക്സ്പീരിയൻസ് സെഷൻ. ഇനി ഒരു ആർട്ടിക്കുലേഷനാണ്. ഇവിടെ നമ്മൾ സസ്പെൻഷൻ ആണ് പ്രധാനമായിട്ടും ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഡൺ. ചെറിയ കുഴികളാണ് ഇത്. നമ്മൾ കുറച്ച് വലിയ കുഴിയിലേക്ക് പോവാണ്. ഇപ്പോൾ നമ്മളൊരു വലിയ കുഴിയിലേക്ക് ചാടും. യെസ്, ഇവിടെ എത്തുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ലോക്ക് എന്ന് പറഞ്ഞൊരു ബട്ടൺ നമ്മൾ ഡ്രൈവ് മോഡ് ബട്ടൻ്റെ ഭാഗത്തായിട്ട് നമുക്കിവിടെ കാണാവുന്നതാണ്. ഇവിടെ നോക്കിയാൽ ഒരു ലോക്ക് ബട്ടൺ. ഇത് ആക്ച്വലി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടീനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും, 50-50, ഫ്രണ്ട് വീലും ബാക്ക് വീലും. സോ അതിനൊരു സെൻട്രൽ ഡിഫ് ലോക്ക് പോലെ ആക്ട് ചെയ്യും. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പവർ ഡിസ്ട്രിബ്യൂഷൻ മാനേജ് ചെയ്യാം എന്നുള്ളതാണ്. ഓ, സിമ്പിളി, അതായത് വലിയ പ്രശ്നമൊന്നുമില്ല, അത് കയറി പോകുന്നു. അപ്പോൾ ഓൾ ഗ്രിപ്പ് ഒരു ആവറേജ് ഓഫ് റോഡിനൊക്കെ അടിപൊളിയാണ്. ഹാർഡ് കോർ നമ്മൾ കയറ്റി നോക്കണം, ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുകയാണെങ്കിൽ, അവസരം കിട്ടുകയാണെങ്കിൽ. ഇത് നമ്മുടെ മുമ്പിലുള്ളത് കർബ് സ്റ്റോൺസ് എന്ന് പറഞ്ഞിട്ടൊരു ഒബ്സ്റ്റക്കിളാണ്. അതായത് സാധാരണ ഒരു ഇത്. ഇവിടെ നമ്മൾ കുറച്ചൊന്ന് സ്പീഡിൽ പോയി നോക്കാം. സസ്പെൻഷനും റൈഡ് ക്വാളിറ്റിയും ക്യാബിനകത്തേക്കുള്ള ഫീലും ഒക്കെ എങ്ങനെയുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല.
സംഭവം സിമ്പിളായിട്ട് കയറി പോന്നിട്ടുണ്ട്. സസ്പെൻഷൻ നല്ലതാട്ടോ, നല്ല സസ്പെൻഷനായിട്ട് തോന്നി. ഇനിയാണ് നമ്മളൊരു ഇൻക്ലൈനിലെത്തിയാണ്, സൈഡ് ഇൻക്ലൈൻ. 25 ഡിഗ്രിയാണ് ഇതിൻ്റെ സ്ലോപ്പ് ഉള്ളത്. ഇവിടെ 2 കാര്യങ്ങളാണ് വർക്ക് ചെയ്യുന്നത്. ഒന്ന്, വണ്ടി ചെരിഞ്ഞ് നിൽക്കുമ്പം എങ്ങനെയുണ്ട് എന്നുള്ളൊരു കാര്യം. രണ്ടാമത്തത് ട്രാക്ഷൻ കൺട്രോൾ. കാരണം ടയർ എയറിൽ നിൽക്കുന്ന ഭാഗത്ത് നിറയെ പൊടിയാണ്. അപ്പോൾ ക്യാമറ ആക്റ്റീവ് ചെയ്ത് നമ്മൾ ലൈന് കീപ്പ് ചെയ്യുന്നുണ്ട് കറക്റ്റ്. യാ, നമ്മൾ ഇറക്കാൻ പോവാണ്. ആദ്യം സൈഡ് ഇൻക്ലൈൻ, നെഗറ്റീവ് സൈഡ്, അതായത് റൈറ്റ് സൈഡിൽ സ്ട്രേറ്റ്. ഓ നൈസ്. ഇവിടെ എത്തുന്ന സമയത്ത് ലെഫ്റ്റിലത്തെ ടയർ ഒന്ന് റൊട്ടേറ്റ് ആവും, കാരണം പൊടിയാണ്. ഒരു കുഴപ്പമില്ലാതെ കയറി വന്നു. ആ, അതേപോലെ ഇവിടെയും തിരിഞ്ഞടാ, ഒരു പ്രശ്നമില്ല. നമ്മൾ സിമ്പിളായിട്ട് കയറി വന്നു എന്നുള്ളതാണ്. സോ ഇതൊരു ചെറിയ എക്സ്പീരിയൻസ് ആണ് ഓൾ ഗ്രിപ്പിൻ്റെ. ജസ്റ്റ് നിങ്ങളെയും കൂടി ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. അതായത് ഇതൊരു വലിയ ഓഫ് റോഡ് മെഷീനാണ്. അതുകൊണ്ട് നാളെ തന്നെ വിക്ടോറിയസ് എടുത്തിട്ട് നമുക്ക് മല കയറാൻ പോകാമെന്നൊന്നും ചിന്തിക്കരുത്. ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഫേസ് ചെയ്യാവുന്ന കുറേ കാര്യങ്ങൾ, അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടാക്കിൾ ചെയ്യാൻ ഇത് കേപ്പബിളാണ് എന്നുള്ളതാണ്.